നമസ്കാരം. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഈ വീഡിയോയിലൂടെ കുറച്ച് സമയം സമ്പാദിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനെന്നൊരു വ്യക്തി നിങ്ങളിൽ പലർക്കും അപരിചിതനായിരിക്കാം. എന്നാൽ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പരിചയപ്പെടുവാനും നിങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുവാനും എന്നെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്രകാരം ഒരു വീഡിയോ തയ്യാറാക്കുവാൻ തക്കവണ്ണം എന്നെ സഹായിച്ചവർ ഒത്തിരി പേര് എൻ്റെ പിന്നിലുണ്ട്. അവരെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്നെക്കുറിച്ച് അഭിമാനത്തോടെ പറയുവാൻ തക്കവണ്ണം എന്നെ രൂപപ്പെടുത്തിയ എൻ്റെ ജീവിതത്തെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയെല്ലാം ദൈവതിരുനാമത്തിൽ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ സജി മത്തായി, കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് നെല്ലിമറ്റം എന്ന ഒരു പ്രദേശത്ത് ഒരു ഉൾഗ്രാമത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. ചെറുപ്പകാലങ്ങളിലൊന്നും ആരും എന്നെക്കുറിച്ച് അറിയുവാനിടയില്ല. ആ നാട്ടിലുള്ള കുറച്ച് പേര് എൻ്റെ പിതാവിനെയും സഹോദരങ്ങളെയും വീട്ടുകാരെയൊക്കെ അറിയുന്നവർ എന്നെക്കുറിച്ച് അറിയുമെന്നുള്ളതല്ലാതെ, എൻ്റെ സഹപാഠികൾ എന്നെ ക്ലാസ്സിൽ കണ്ട് അറിയുമെന്നുള്ളതല്ലാതെ മറ്റൊരാൾ എന്നെ അറിയുവാൻ തക്കവണ്ണം യാതൊരു സാഹചര്യവുമില്ല. ഒരാളോട് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുവാനോ, എൻ്റെ ഒരാവശ്യം ഒരാളോട് ചോദിച്ച് അത് നടപ്പാക്കുവാനോ, ഒരാൾക്ക് മാർഗനിർദ്ദേശം കൊടുക്കുവാനോ, ഒരാളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ അവരെ സഹായിപ്പാൻ തക്കവണ്ണം അല്ലെങ്കിൽ അവരോട് ചേർന്ന് നടപ്പാൻ തക്കവണ്ണം എനിക്ക് സാധിച്ചിരുന്നില്ല. ചെറുപ്പകാലത്ത് വിദ്യാഭ്യാസം വളരെ മോശമായ രീതിയിലാണ് മുന്നോട്ട് പോയത്. സാധാരണ കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിച്ചുവെങ്കിലും ഒരു വിഷയത്തിന് പോലും ജയിക്കുവാൻ കഴിയാതെ 7 ക്ലാസ്സുകൾ ഞാൻ താണ്ടി മുന്നോട്ട് പോയി. ഗവൺമെൻറ് തരുന്നതായ ഓൾ പ്രൊമോഷൻ എന്ന ഒരു പദ്ധതി പ്രകാരം ക്ലാസ്സിൽ പാസ്സായി പോയ കുട്ടികളുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ജീവിതത്തിൽ ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നു വരുവാനും പല ഘടകങ്ങളിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും ദൈവം എനിക്ക് അവസരം നൽകി എന്നുള്ളതാണ് സത്യം. വിദ്യാഭ്യാസം എൻ്റെ വലിയ ആഗ്രഹമായിരുന്നെങ്കിലും ചെറുപ്പകാലത്തിൽ അതിന് സാധിച്ചിരുന്നില്ല. ഒരു എൻജിനീയർ ആകണമെന്ന് ചെറുപ്പത്തിൽ ഞാൻ ഏറെ ആഗ്രഹിച്ചു. എന്നാൽ എൻജിനീയറിംഗ് പഠിക്കുന്നതിനുള്ള ബുദ്ധിയോ വിവേകമോ വൈശിഷ്ട്യമോ ഒന്നും ബാലനായ എന്നിലുണ്ടായിരുന്നില്ല. എൻ്റെ മാതാപിതാക്കൾ എന്നെ നിർദ്ദേശിച്ച് അല്ലെങ്കിൽ ഗുണദേശിച്ച് അല്ലെങ്കിൽ ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവരുമായിരുന്നില്ല. സാമ്പത്തികമായും പിന്നോക്കമായിരുന്നതുകൊണ്ട് കൃഷികാര്യങ്ങൾ മാത്രം ശ്രദ്ധ ചെലുത്തിയിരുന്ന അല്ലെങ്കിൽ അത് മാത്രം അറിയാമായിരുന്ന എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനായിട്ട് ഇല്ല. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു കുട്ടി ചിന്തിക്കുക, മാതാപിതാക്കളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന സഹായം കിട്ടാതെ വരുമ്പോൾ ജീവിതത്തിൻ്റെ തന്നെ പ്രാധാന്യം കുറഞ്ഞു പോയോ എന്ന് ചിന്തിക്കാറുണ്ട്. എന്നാൽ എൻ്റെ ചിന്ത മറ്റ് വ്യത്യസ്തമായ രീതിയിലായിരുന്നു. എനിക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെയും വിനിയോഗിക്കുക, എന്നാൽ കഴിയുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്ന ഒരു ചിന്ത മാത്രമാണ് ഞാൻ കൂടുതലായിട്ട് മുറുകെ പിടിച്ചത്. പിന്നീട് ദൈവാശ്രയവും പ്രാർത്ഥനയും എല്ലാം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. കൂട്ടുകാരോട് ചേരുമ്പോഴാണെങ്കിലും അവർ സംസാരിക്കുന്ന വിഷയങ്ങൾ സംസാരിക്കുവാനോ, അവരുടെ രീതിയിൽ നടക്കാനോ, അവരുടെ സംഭാഷണ കാര്യങ്ങളിൽ ആ സബ്ജക്റ്റിൽ ഇടപെടാനോ ഒന്നും എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അപ്പോഴെല്ലാം ഒരു കാഴ്ചക്കാരനും ഒരു കേൾവിക്കാരനും മാത്രമായി അവരോട് ചുറ്റിപ്പറ്റി നിന്നു എന്നുള്ളത് സത്യമാണ്. നല്ല കൂട്ടുകാർ പലരും ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ചില കൂട്ടുകാരിൽ നിന്ന് തിക്തമായ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിൽക്കാലത്ത് എനിക്ക് അവരോടെല്ലാം സ്നേഹവും ബഹുമാനവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മാത്രമാണ് എൻ്റെ ശീലമായിട്ടുള്ളത്. നടന്നു വരുന്ന വഴികളിലെല്ലാം വിജയിക്കാനുള്ള മാർഗങ്ങളുണ്ട് എങ്കിലും എനിക്ക് വിജയം ഒരിക്കലും കിട്ടിയിരുന്നില്ല. ജീവിതത്തിൽ ഒരിക്കലും ഒരു ഫസ്റ്റ് ക്ലാസ് മാർക്കിൽ ജയിക്കുവാൻ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എനിക്ക് സാധിച്ചിരുന്നില്ല. എല്ലാ വിഷയങ്ങളും ജയിക്കുന്ന ഒരു കാലഘട്ടം വന്നത് വളരെ താമസിച്ചാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസം നേടുവാൻ എൻ്റെ മാതാപിതാക്കൾ എന്നെ സഹായിച്ചു. അതാണ് എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പാദ്യം. അവരുടെ സ്നേഹവും അല്ലെങ്കിൽ അവരുടെ ബിലോങ്ങിങ്സും ഒക്കെ കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഏറെ ഞാൻ വാല്യൂ കാണുന്നത് എൻ്റെ മാതാപിതാക്കൾ വളരെ പ്രയാസപ്പെട്ടും പഠിക്കുവാൻ തക്കവണ്ണം എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. സാമ്പത്തികമായ അധികം ഭാരം വരുത്താതെ മാസ്റ്റേഴ്സ് വരെ പഠിക്കുവാനുള്ള അവസരം ദൈവം എനിക്ക് തന്നു. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടിത്തറയായ ഒരു ഘടകമായി മാറിയത്. വിദ്യാഭ്യാസ കാലഘട്ടത്ത് എൻജിനീയർ ആകാൻ ആഗ്രഹിച്ച് എനിക്ക് എൻജിനീയറിംഗ് പഠിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ നൈരാശ്യം തോന്നിയെങ്കിലും അന്ന് ആർക്കും ഇഷ്ടമല്ലാതിരുന്ന എനിക്കും താല്പര്യമില്ലാതിരുന്ന കൊമേഴ്സ് വിഷയങ്ങളിൽ പഠിക്കുവാനുള്ള അവസരം കിട്ടി. അത്
പഠിക്കുവാൻ പോയപ്പോൾ മനസ്സിലായിരുന്നില്ല എങ്കിലും ക്ലാസ്സുകളിൽ ഉഴപ്പാതെ മുന്നോട്ട് തന്നെ പോയി. അതുകൊണ്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ കംപ്ലീറ്റ് ചെയ്യുവാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് അവസരം തന്നു. അത് പിൽക്കാലത്ത് പല സമയങ്ങളിലും ജോലി ലഭിക്കുന്നതിനും ഇൻ്റർവ്യൂവിലൊക്കെ പാസ്സാകുന്നതിനൊക്കെ എന്നെ സഹായിച്ചു. ജീവിതത്തിലെ വലിയ പ്രതിസന്ധികൾ വന്നപ്പോൾ ദേശം വിട്ടു പോകേണ്ടതായ ഒരു അവസ്ഥയുണ്ടായി. അതുവരെയും ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ ദേശത്ത് തന്നെ എനിക്ക് വസിക്കുകയും സന്തോഷമായിട്ട് ജീവിക്കുകയും മരണം വരെയും എൻ്റെ ജീവിത കാലഘട്ടം എനിക്കിവിടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഒത്ത് കഴിയാം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എന്നാൽ എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾ വളരെ വ്യത്യസ്തമായിരുന്നു. ദൈവം ചിന്തിച്ചത് എന്തെന്ന് നമുക്കൊരിക്കലും കണ്ടെത്താൻ കഴിയുകയില്ല. അത് ജീവിതത്തിൽ അനുഭവിച്ച് തന്നെ അറിയേണ്ടി വരും. എൻ്റെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധി ആരംഭിക്കുന്നത് എൻ്റെ വിവാഹത്തോട് കൂടിയിട്ടാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ അവിടെ നിന്നും എനിക്ക് മാറി നിൽക്കേണ്ടതായ ഒരു സാഹചര്യമുണ്ടായി. പലരും ചിന്തിച്ചു ഞാൻ എല്ലാവരെയും പറ്റിച്ച് നാടുവിട്ട് പോകുന്നതാണ്. എന്നാൽ മാനസികമായ പ്രതിസന്ധിയും സാമ്പത്തികമായ പ്രയാസവും എല്ലാം കൂടി ചേർന്നപ്പോൾ ജീവിക്കാൻ കിട്ടാതെ വന്നപ്പോൾ നാട് വിട്ടുപോയ ഒരവസ്ഥയാണ് എനിക്കുണ്ടായത്. പിന്നീട് ഈ സുഹൃത്തുക്കളെയെല്ലാം കണ്ട് അവരോട് നന്ദി പറയുകയും അവരുടെ സഹായങ്ങൾക്കെല്ലാം ഉപകാരം കൊടുക്കുകയും അവരുടെ കടബാധ്യതകളെല്ലാം തീർക്കുകയും ചെയ്ത് വളരെ സുഹൃത്തുക്കളായിട്ട് മുന്നോട്ട് പോകുവാൻ പിന്നീട് ദൈവം എനിക്ക് അവസരം നൽകി. ഞാൻ അവിടെ നിന്ന് പോയത് ബോംബെക്കാണ്. ബോംബെയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അറിയാത്ത സ്ഥലം, പരിചയക്കാരില്ല, അന്യദേശക്കാരുടെ ഇടയിൽ ജീവിച്ച് വളർന്നു വന്നു. ചില സുഹൃത്തുക്കളും ചില ബന്ധുക്കളും എല്ലാം സഹായത്തിനുണ്ടായിരുന്നു. അത് ജീവിതത്തിലേറെ മുതൽക്കൂട്ടായി. എന്നാൽ പല സന്ദർഭങ്ങളിലും സഹായങ്ങൾ പ്രതീക്ഷിക്കുന്ന പല ഇടങ്ങളിൽ നിന്നത് കിട്ടാതെ വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂളിപ്പോയെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹം അപ്പോഴെപ്പോഴുണ്ടായിരുന്നു. ഒരു പരിചയമില്ലാത്ത ഒരു ബന്ധവുമില്ലാത്ത ചില വ്യക്തികൾ ജീവിതത്തിൽ നിർണായക സന്ദർഭങ്ങളിൽ സഹായികളായി വന്നു എന്നുള്ളത് ഈ തരുണത്തിൽ ഓർക്കുവാൻ ഞാൻ വളരെ ഇഷ്ടപ്പെടും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സമയം ഞാൻ ഉപയോഗിക്കുകയാണ്. കുടുംബമായിട്ട് അവർ എന്നെ സഹായിച്ചപ്പോഴെല്ലാം എൻ്റെ കൂടെ നിന്ന് എന്നെ ചേർത്ത് നിർത്തുവാൻ എൻ്റെ ഭാര്യയും മക്കളും എന്നോട് ചേർത്തുണ്ടായിരുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകുമ്പോഴും ഓരോരോ ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോഴും കാലിടറി പോകുമോ എന്ന് ചിന്തിക്കുമ്പോഴൊക്കെയും ആരുടെയൊക്കെയോ പ്രാർത്ഥനയും അവരുടെ എല്ലാം നെഞ്ചിലേറ്റിയതായ ആ ലാളനയുമൊക്കെ അനുഭവിക്കാനുള്ള അവസരമുണ്ടായി. അന്യ ദേശത്തു നിന്നുള്ളവർ, അന്യ ഭാഷ സംസാരിക്കുന്നവർ എനിക്ക് വളരെയധികം സാഹചര്യങ്ങളിൽ കടന്നു പോകാൻ സഹായം നൽകിയെന്ന് പറയുമ്പോൾ എനിക്ക് ദേശവും ഭാഷയും മനുഷ്യനും എല്ലാം അതിർവരമ്പുകളില്ലാത്ത ഒരു അനുഭവമായിട്ട് മാറിയിരിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ ജോലിയെടുക്കുവാനും താമസിക്കുവാനും ഒക്കെയുള്ള അവസരം ദൈവം എനിക്ക് നൽകി. സ്വന്തം ദേശത്ത് ആരാലും അറിയപ്പെടാതെയും ആരാലും മനസ്സിലാക്കാൻ സാധിക്കാതെ ഇരുന്ന എനിക്ക് മറ്റ് ദേശങ്ങളിൽ പോയി സഞ്ചരിക്കുന്നതിനും അവിടെ കാഴ്ചകൾ കാണുന്നതിനും ആളുകളോടൊത്ത് ജീവിക്കുന്നതിനും ജോലികൾ ചെയ്യുന്നതിനുമൊക്കെ അവസരം തരുവാൻ തക്കവണ്ണം ദൈവം എന്നെ നാട്ടിൽ നിന്ന് പറിച്ച് നട്ടു എന്ന് പറയുന്നതായിരിക്കാം എൻ്റെ ജീവിതത്തിൽ ശരിയായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നീട് എല്ലാ രാജ്യങ്ങളിലും സഞ്ചരിച്ച് അമേരിക്കയിലെത്തുവാനുള്ള അവസരം ദൈവം തന്നു. എൻ്റെ ദേശത്ത് നിന്ന് അമേരിക്ക രാജ്യത്ത് വന്നിട്ടുള്ള ആളുകൾ വളരെ കുറവാണ്. എൻ്റെ കൂടെ പഠിച്ച വിദ്യാർത്ഥികളിൽ പലർക്കും ഇവിടെ വന്നെത്തുവാൻ സാധിച്ചിട്ടില്ല എങ്കിലും ദൈവം അതിനുള്ളൊരു അവസരം എനിക്ക് തന്നു. രാജ്യത്ത് വന്ന് ജീവിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എപ്പോഴും വളർന്നു വന്ന വഴികളിൽ എന്നോട് ചേർന്ന് നടന്നതായ ദൈവത്തെക്കുറിച്ചാണ്. ദൈവം എനിക്ക് നൽകിയതായ ഓരോ അനുഭവങ്ങളും അത് തോൽവിയായിട്ടോ വീഴ്ചയായിട്ടോ കണക്കാക്കാതെ അതിൽ നിന്നെല്ലാം അനുഭവ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം അവയെല്ലാം ശക്തിയായിട്ട്, ശക്തി കേന്ദ്രങ്ങളായിട്ട്, ശക്തിയുടെ സ്രോതസ്സായിട്ട് ഉപയോഗപ്പെടുത്തുവാനാണ് ഞാൻ പിന്നീട് ശ്രമിച്ചത്. അതുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഉൾക്കൊള്ളുവാനും ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറ്റി എഴുതിക്കൊണ്ട് പുതിയ ഒരു അധ്യായം ജീവിതത്തിൽ തുടങ്ങുന്നതിന് തക്കവണ്ണം അതെന്നെ സഹായിച്ചു. മുന്നോട്ട് പോകുമ്പോൾ ഞാൻ തനിച്ചല്ല, എന്നോടൊപ്പം അനേകം വ്യക്തികൾ കൂടെ ചേരുകയും അവരുടെ എല്ലാം ജീവിതത്തെ എനിക്ക് ഉണ്ടായതിനേക്കാളും വളരെ ഉയരത്തിൽ എത്തിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സഹായത്തോടെ, ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ പ്രവർത്തിക്കുവാനുള്ള ഒരു പ്രാർത്ഥനയാണ് എനിക്കെന്നുള്ളത്. തൽഫലമായിട്ട് എന്നുള്ള ആശയങ്ങൾ പലരോടും പങ്കുവെച്ചപ്പോൾ എന്നോട് അനേകം പേർ ചേരുവാൻ തക്കവണ്ണം ഇടവന്നു. ഇന്ന് ഒരു പ്രസ്ഥാനത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് അനേകം പേരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ തക്കവണ്ണം ദൈവം എന്നെ കർമ്മപ്പെടുത്തിയപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഒറ്റ കാര്യമാണ്. മറ്റാരും അറിയപ്പെടാതെ ചെറുപ്പത്തിൽ ജീവിച്ചു വന്ന ഞാൻ ചെറുപ്പകാലങ്ങളിൽ വിദ്യാഭ്യാസത്തിന് യാതൊരു താല്പര്യം ഉണ്ടെങ്കിലും മുന്നേറാൻ കഴിയാതിരുന്ന എനിക്ക്, ആഗ്രഹിച്ച വിഷയങ്ങൾ പഠിക്കാൻ സാധിക്കാതിരുന്ന എനിക്ക്, സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ നാട് വിട്ട് ഓടേണ്ടി വന്നതായി എനിക്ക് ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ജീവിത സാഹചര്യം ദൈവം ഒരുക്കി തന്നപ്പോൾ എന്നെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയും അവരെ എൻ്റെ ജീവിതകഥയിലൂടെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുവാൻ തക്കവണ്ണം
ഞാൻ ഏറെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നെക്കുറിച്ച് കേൾക്കുന്ന ഒരാൾക്കെങ്കിലും, നിങ്ങളിൽ ഒരാൾക്കെങ്കിലും ജീവിതത്തിലെ പ്രതിസന്ധിയിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നു പോകുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ ഓർക്കുക, നിങ്ങളുടെയും ജീവിതത്തിൽ ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞതുപോലെ അനേകം കാര്യങ്ങൾ പറയുവാൻ തക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അത് എന്നുള്ളത് നമുക്കറിയില്ലാത്തതുകൊണ്ട് അത് സംഭവിക്കില്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ജീവിതം സാഗരമാണ്. അത് എപ്പോഴാണ് എങ്ങനെയാണ് മാറി വരുന്നതെന്ന് നമുക്ക് ആർക്കും ഊഹിക്കാനോ അതിനെക്കുറിച്ച് തിട്ടപ്പെടുത്താനോ കഴിയുകയില്ല. എന്നതുകൊണ്ട് അത് ശരിയല്ല, സത്യമല്ല എന്ന് ചിന്തിക്കരുത്. നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ഏറെ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും എന്നുള്ളത് തീർച്ചയായ കാര്യമാണ്. ഇന്ന് ഞാൻ സംസാരിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഏറെ ചലനങ്ങളുണ്ടാക്കുകയും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പോസിറ്റീവായ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാകുവാൻ അത് ഇടയാക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തുടർന്ന് ഞാൻ എൻ്റെ മറ്റുള്ള വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംവാദിക്കുവാനായിട്ട് തിരികെ വരും. അതുവരേക്കും നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. താങ്ക് യു.